വ്രതം ആരംഭിച്ചതോടെ മലപ്പുറത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ നോമ്പ് അനുഷ്ഠിക്കാത്ത കുട്ടികൾക്ക് ഉച്ചഭക്ഷണം ലഭിക്കുന്നില്ല. ചില സ്കൂളുകളാകട്ടെ സമയത്തല്ല ഭക്ഷണം നൽകുന്നത്. സ്കൂളുകളുടെ ഈ നടപടിയിൽ ആശങ്കയിലായിരിക്കുകയാണ് മാതാപിതാക്കൾ. മൊറയൂർ VHM ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികൾ പറയുന്നത് കേൾക്കുക. നോമ്പുകാലം ആരംഭിച്ചതോടെ എല്ലാ ഉത്തരവുകളും കാറ്റിൽ പറത്തി ഈ സ്കൂളിൽ ഉച്ചയൂണ് ഉണ്ടാക്കുന്നേയില്ല. 8 പീരീഡുകൾ മുസ്ലിം വിദ്യാർത്ഥികളല്ലാത്തവരും വിശപ്പ് സഹിച്ചിരിക്കണം. വിരിപ്പാടം ആക്കോട് AMUPS സ്കൂളിൽ 2 മണിക്ക് ക്ലാസ് അവസാനിക്കും. ഇതിനിടയിൽ ഉച്ചക്കഞ്ഞിയില്ല. വേണ്ടവർ വീട്ടിൽ പോയി കഴിച്ചുകൊള്ളണം. ഇപ്പൊ 9 മണിക്ക് തുടങ്ങിയിട്ട് 2 മണിക്ക് സ്കൂളിൽ ഉച്ചയ്ക്കുള്ള ഭക്ഷണം എല്ലാ പീരീഡും കഴിഞ്ഞിട്ടാണ് ഭക്ഷണം കിട്ടുന്നത്. ഇത് ചാലിയപ്പുറം ഗവൺമെന്റ് ഹൈസ്കൂളിലെ കാര്യം. രായിരമംഗലം ഹയർ സെക്കൻഡറി സ്കൂളിലും സ്ഥിതി സമാനമാണ്. അമ്മമാർക്കും കുട്ടികൾക്ക് സ്കൂളിൽ നിന്നും സമയത്ത് ഭക്ഷണം ലഭിക്കാത്തതിൽ ആശങ്കയുണ്ട്. 8-8:30 ആകുമ്പോൾ പോകുന്നുണ്ട്. അതുകൊണ്ട് ചായ ഒന്നും കുടിക്കാൻ ഇത്രയും സമയം കൊണ്ട് കുടിക്കുന്നില്ല. ഇത് മലപ്പുറത്തെ സ്കൂളുകളിൽ ചിലതു മാത്രം. പാവപ്പെട്ട വിദ്യാർത്ഥികൾ പഠിക്കുന്ന മിക്ക സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങളിലും നോമ്പുകാലമായാൽ ഇതാണ് അവസ്ഥ. 4 പീരീഡ് കഴിഞ്ഞാൽ തങ്ങൾക്ക് തന്നെ വിശക്കുമെന്ന് അധ്യാപകർ പറയുമ്പോൾ നോമ്പനുഷ്ഠിക്കാത്ത വിദ്യാർത്ഥികളുടെ കാര്യം പറയാനുണ്ടോ? വിപിൻ സി വിജയൻ, ജനം, മലപ്പുറം.